ഹായ് എവരി വൺ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് 4 മണി ചായയുടെ കൂടെയും അതുപോലെ നോമ്പ് തുറക്കുന്ന സമയത്തും ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്കാണിത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണത് തയ്യാറാക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിലേക്ക് വേണ്ടിയിട്ടൊരു മസാല തയ്യാറാക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്കൊരു 3 സവാള ഇതുപോലെ അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഒരു 2 പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അല്പം കറിവേപ്പിലയും അല്പം മല്ലിയില കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് ഇവിടെ കുഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എത്രയാണോ മസാല എടുക്കുന്നത്, ഉള്ളിയൊക്കെ എടുക്കുന്നത്, അതിനനുസരിച്ച് പൊടികളൊക്കെ കൂട്ടിയെടുക്കുക കേട്ടോ. പിന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഈ മസാലയൊക്കെ ഒന്ന് മൂത്ത് വരുന്നത് വരെ, അതായത് മസാലയുടെ ഒന്ന് പച്ചമണം മാറി കിട്ടുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇത്രയും മതി കേട്ടോ. അപ്പോൾ മസാലയൊക്കെ ഇവിടെ നന്നായിട്ട് തന്നെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. എന്നിട്ട് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മുട്ട പുഴുങ്ങിയതാണ്. അപ്പോൾ ഞാനിവിടെ 2 മുട്ട പുഴുങ്ങിയിട്ട് ഇതുപോലെ ഒരു മുട്ടേനെ 4 പീസായിട്ടാണ് കേട്ടോ മുറിച്ചെടുത്തിട്ടുള്ളത്. അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫില്ലിങ്ങിൽ മസാലയുടെ കൂടെ ഈ ഒരു മുട്ടയുടെ പീസും കൂടെ വെച്ച് കൊടുത്തിട്ട് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് ഗോതമ്പ് പൊടി ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഗോതമ്പ് പൊടിക്ക് പകരം വേണമെങ്കിൽ മൈദ വെച്ചിട്ടും ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ പാകത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒട്ടും കട്ടയില്ലാതെ ഒന്ന് കലക്കിയെടുക്കാം. വെള്ളം കുറേശ്ശെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്തിട്ട് കലക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ നമ്മൾ ദോശയൊക്കെ ചുടാനുള്ള ആ ഒരു പാകത്തിൽ മാവ് ഇവിടെ കലക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുപോലെ ഒരു തവ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് മാവ് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ദോശയൊക്കെ ചുടുന്നത് പോലെ തന്നെ ചുട്ടെടുക്കുക. അപ്പോൾ ദോശ ഇതുപോലെ ചുറ്റിച്ച് കൊടുക്കുമ്പോൾ ചൂട് കൂടുതലാണെങ്കിൽ ഇതിൽ പിടിക്കില്ല കേട്ടോ. അപ്പോൾ ഫ്ലെയിമിൽ നിന്ന് ഒന്ന് പൊന്തിച്ച് പിടിച്ചിട്ട് ഇതുപോലെ അങ്ങോട്ട് ചുറ്റിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ചൂട് നന്നായിട്ട് ശ്രദ്ധിക്കണം. ചൂട് കൂടി പോയാൽ മാവ് ഇതിൽ പറ്റി പിടിക്കാതെ നമ്മളെ കയ്യിലിൻ്റെ അടിയിൽ ഇങ്ങനെ പറ്റിയിട്ട് ഇങ്ങോട്ട് തന്നെ പോരും കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ചുട്ടെടുക്കാൻ. ഇനി ഒന്ന് ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ നന്നായിട്ടൊന്ന് ഡ്രൈ ആയി വന്ന് അടിവശം നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് വരണം കേട്ടോ. കുറച്ചൊന്ന് സമയം കഴിഞ്ഞാലേ ഇത് എടുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇതുപോലെ പറ്റി പിടിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് അതിൽ തന്നെ വെക്കുക. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക. തീ കൂട്ടി കഴിഞ്ഞാൽ കരിഞ്ഞു പോകും കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതുപോലെ പതുക്കെ അങ്ങോട്ട് മറിച്ചിട്ട് കൊടുക്കാം. ഇനി ഈ ഭാഗം കൂടെ ഒന്ന് ഡ്രൈ ആയി വന്നോട്ടെ. നമുക്ക് ഇതൊന്നും കൂടെ തിരിച്ചിട്ട് കൊടുക്കാം. അല്ലെങ്കിൽ നമ്മൾ ഇത് ഫോൾഡ് ചെയ്തെടുക്കുന്ന സമയത്ത് പൊട്ടി പോകും കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. ഇതുപോലെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ദോശ റെഡിയാക്കി എടുക്കുക. ഇനി നമുക്ക് ഇതെടുത്തിട്ടൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഈ ചൂടോട് കൂടി തന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഒരു മുട്ടയുടെ പീസും പിന്നെ കുറച്ച് മസാലയും കൂടെ വെച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ചൂടോട് കൂടി തന്നെ ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നാലും ഉള്ളത് നല്ല സ്റ്റിക്കായിട്ട് അവിടെ നിൽക്കുള്ളൂ. അല്ലെങ്കിൽ പിന്നെ നമുക്ക് കുറച്ച് മൈദയുടെ പേസ്റ്റ് വെച്ചിട്ട് ഒട്ടിച്ചെടുത്താലും മതി. ഈ ഒരു ഓപ്പൺ ആക്കുന്ന ഭാഗത്ത് വേണമെങ്കിൽ നമുക്ക് മൈദയുടെ പേസ്റ്റ് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഇനി മൈദ വെച്ചിട്ടും നമുക്കിതുപോലെ തന്നെ തയ്യാറാക്കാം. അപ്പോൾ മൈദയിലേക്ക് പാകത്തിനുള്ള ഉപ്പും വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് ലൂസായിട്ട് കലക്കിയെടുക്കാം. എന്നിട്ട് നമുക്ക് പാനിലോട്ട് മാവ് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ദോശയൊക്കെ ചുട്ടെടുക്കുന്ന പോലെ തന്നെ നേരത്തെ ചെയ്ത പോലെ തന്നെ ചുട്ടെടുക്കുക. അപ്പോൾ ചൂട് കൂടി പോവാതെ ശ്രദ്ധിക്കണം. പിന്നെ ചട്ടിയിൽ പറ്റി പിടിക്കുന്നുണ്ട് എങ്കിൽ ഒരു മുട്ട അടിച്ചിട്ട് അതിൻ്റെ പകുതിയും കൂടെ, മുഴുവനായിട്ട് വേണ്ട കേട്ടോ, അതിൻ്റെ പകുതി മാവിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. എന്നാൽ ചട്ടിയിൽ നിന്ന് പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടും. ഇനി നമുക്കിതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് ഈ ഒരു സൈഡും കൂടെ ഒന്ന് നന്നായിട്ട് ചൂടായി വന്നാൽ നമുക്കിത് എടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം.
എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ കുറച്ച് മസാലയും ഒരു മുട്ടയുടെ പീസും കൂടെ വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കുക. ചൂടോട് കൂടി തന്നെ ഫോൾഡ് ചെയ്തെടുക്കുക കേട്ടോ, എന്നാലേ ഉള്ളൂ ഒട്ടിപ്പിടിക്കുക. ഇനി ഞാൻ മറ്റൊരു ബൗളിൽ ഇവിടെ ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും ഒരു നുള്ളു കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. പിന്നെ മറ്റൊരു ബൗളിൽ ഇവിടെ ബ്രെഡ് ക്രംസും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ എഗ് ബോക്സും എടുത്തിട്ട് ഈ ഒരു മുട്ടയുടെ മിക്സിൽ മുക്കിയതിന് ശേഷം ബ്രെഡ് ക്രംസിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ഇനി നമുക്ക് ബാക്കിയുള്ളതെല്ലാം ചെയ്യാം. എന്നിട്ട് നല്ല ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇതിനി വേവാൻ ഒന്നുമില്ല. അപ്പോൾ എല്ലാതും വെന്ത സാധനങ്ങൾ തന്നെ ആയതുകൊണ്ട് പെട്ടെന്ന് അതിൻ്റെ പുറം ഭാഗം ഒന്ന് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടിയാൽ മതി. അപ്പോൾ ഒരു സൈഡ് ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് രണ്ട് സൈഡും തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്ക് കോരിയെടുക്കാം. ഇത്രയും മതി കേട്ടോ. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ തന്നെ പൊരിച്ചെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ നല്ല ക്രഞ്ചി ആയിട്ടുള്ള എഗ് ബോക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നല്ല ചൂടുള്ള ചായക്കൊപ്പം ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്